ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞാനൊരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ ഒരു പ്രാവശ്യം റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് മിക്സ് യൂസ് ചെയ്തിട്ടൊരു കേക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം ഇത് നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോവാം. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അതേപോലെ തന്നെ ഭയങ്കര ചോക്ലേറ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പം ഒരു അരിപ്പയിലേക്ക് 3/4 കപ്പ് മൈദ ഇട്ടേക്കണ്. ഇത് 3 വട്ടം അരിച്ചെടുക്കണം കേട്ടോ ഈ കേക്കിൻ്റെ ബാറ്റർ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ടോ. അപ്പം അത് രണ്ടും കൂടി 1 കപ്പാക്കിയിട്ട് വേണം എടുക്കാൻ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ. അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഫൈൻ പൊടി ആയിട്ടെടുക്കണം കേട്ടോ. പിന്നെ ഇത് 3 പ്രാവശ്യം അരിച്ചെടുത്ത പൊടിയാണ് കേട്ടോ. ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. ഒട്ടും തന്നെ നനവ് പാടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ചാളിയാ കേട്ടോ. എന്നിട്ട് ഉണക്കുക. എന്നിട്ട് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 4 എഗ്ഗ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് വാനില എസൻസ് ആട്ടോ ചേർത്തത്. എന്നിട്ട് അത് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരും ഈ എഗ്ഗൊക്കെ കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ പഞ്ചസാര പൊടിച്ചതിന് ശേഷമുള്ള കണക്കാണ് 1 കപ്പ് കേട്ടോ. പൊടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കറക്റ്റ് 1 കപ്പ് എടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു 3 ടൈംസ് ആയിട്ട് വേണം അത് ചേർത്ത് കൊടുക്കാൻ. ഒപ്പരം ഇടരുത് കേട്ടോ. അപ്പോൾ അതങ്ങനെ 3 ടൈംസ് ആയിട്ട് ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഒപ്പരം തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് അപ്പോൾ ഇനി നമ്മൾ ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ മിക്സിലേക്ക് എഗ്ഗിൻ്റെ മിക്സിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊരു 3 ടൈംസ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി, ബീറ്റർ യൂസ് ചെയ്യേണ്ട കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്യുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ എടുക്കേണ്ടത്. അതൊരു 1/4 കപ്പ് പാലെടുക്കുന്നുണ്ട്. അതിൽ ലേശം എടുത്തിട്ട് ഓരോരോ ടൈംസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇടുക. എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ പാലും ലേശം ഒഴിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതേപോലെ വീണ്ടും ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്തെടുത്താൽ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആവും കേട്ടോ. പിന്നെ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാത്രമാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തേക്കണ്. ഓയിൽ കൊണ്ടാട്ടോ ഞാൻ ഗ്രീസ് ചെയ്തത്. എന്നിട്ട് അതൊരു 30 to 45 മിനിറ്റ്സ് ഞാൻ ഗ്യാസുമിലാട്ടോ വെച്ചത്. അപ്പം ഗ്യാസുമിൽ വെച്ച് അത് സെറ്റ് ആയിക്കണം. ഇതിൻ്റെ ഒരു 50 മിനിറ്റ്സ് എടുത്തേക്കണം കേട്ടോ ആവാൻ. നല്ല ഹൈറ്റും ഉണ്ട്, നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ഭയങ്കര ചോക്ലേറ്റ് കേക്കാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഭയങ്കര ഹൈറ്റും ഉണ്ട്, കണ്ട അടി പിടിച്ചിട്ടൊന്നുമില്ല. ഇത് പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല, അതിൻ്റെതാണ്. ഭയങ്കര സെറ്റായിട്ട് വന്നിക്കണം കേട്ടോ. നല്ല കറക്റ്റ് ലെവലിലും നമുക്ക് കിട്ടിക്കണേ. അപ്പോൾ ഇനി ഇത് ഞാനിവിടെ 3 ലെയറായിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയർ ആക്കാം. ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കാരണം അത്രക്കും ഹൈറ്റ് ഉണ്ട് ഇതിന്. അതിന് മുമ്പ് ഞാനിതായി മുകളിലൊക്കെ ഉള്ള കുറച്ച് പൊന്തിയ ഭാഗം ഉണ്ടാവുമല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കേക്കും വന്നിക്കണം. പിന്നെ കട്ട് ചെയ്തപ്പോൾ അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിക്കണം കേട്ടോ. എന്താ പൊട്ടി പൊളിയ വേവാതെ വന്നിട്ടോ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിനും, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ 1.5 കപ്പ് വെള്ളവും പിന്നെ 3.25 ടേബിൾ സ്പൂണ് ഷുഗറും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ആഡ് ചെയ്താട്ടോ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത്. പിന്നെ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം സെറ്റാക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഈ ബ്രാൻഡാണ് എടുത്തത്. എനിക്കറിയില്ല ഈ ഏതാ നല്ലതെന്നൊന്നും. അപ്പം അവിടെ പീഡിയ ഉള്ളത് ഞാൻ എടുത്ത്. അത് 2 കപ്പ് വിപ്പിംഗ് ക്രീം ആട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയൊക്കെ. ഞാനത്ര പ്രോ ഒന്നല്ല, പക്ഷേ എന്നെക്കൊണ്ട് കഴിഞ്ഞപ്പോലെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ആ വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ടേക്കണം കേട്ടോ. ഒരു ചോക്ലേറ്റ് ക്രീമാണ് ഞാനിവിടെ ഉണ്ടാക്കണേ, അതുകൊണ്ടാണ് കൊക്കോ പൗഡർ ഇട്ടത്. നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ കൊക്കോ പൗഡർ നിർബന്ധമില്ല കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ വീഴാത്തൊരു ലെവലിൽ വേണം വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ ഇതാ ഗൈസ് കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് വലിയ പിടിയൊന്നുമില്ല കേട്ടോ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്നൊന്നും, പക്ഷെ അറിയണ പോലെയൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെയാണല്ലോ പഠിക്കുക, അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ആദ്യം ഒരു കേക്ക് ബോർഡ് മേൽ ഞാൻ ലേശം ക്രീം അപ്ലൈ ചെയ്തിക്കണ്. എന്നിട്ട് നമ്മൾ ലെയർ വെച്ച് കൊടുത്ത് ഫസ്റ്റ് ലെയർ, എന്നിട്ട് അതിലേക്ക് നല്ലോണം ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്പോഞ്ചുമേൽ ഈ സ്പാക്ചുല തട്ടരുതെന്നാണ് പറഞ്ഞത് കേട്ടോ. ഒരു വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ ക്രീമൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയ കേട്ടോ. അപ്പോൾ അതിൽ പറയണത് അങ്ങനെയാണ്, നല്ല തിക്കായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സും ഗനാഷും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് അതും ഷുഗർ സിറപ്പ് ഒഴിക്കുക, എന്നിട്ട് ഈ ക്രീം ഒഴിക്കുക കേട്ടോ. അതേപോലെ രണ്ടാമത്തെ ലെയറും ചെയ്യാണ്. ഷുഗർ സിറപ്പ് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ക്രീം നല്ല കുറേ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ നല്ല കാണാനും രസമുണ്ടാവും, നല്ല ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കുറേ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനിതാ നല്ലോണം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വല്ല പിടിയൊന്നുമില്ല, ഉണ്ടാക്കലുണ്ട്, പക്ഷേ ഇതാദ്യമായിട്ടാണ് ഇത്ര പെർഫെക്ഷനിലൊക്കെ വരുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അങ്ങനെ 3 ലെയറും അങ്ങനെ സെറ്റാക്കി എടുത്തേക്കാണ്. പിന്നെ അടുത്ത പണി വെച്ചാൽ ഇത് നല്ല ലെവലാക്കി എടുക്കണം എന്നല്ലേ, കാണാൻ നല്ല രസം ഉണ്ടാവണം, അതാണ് മൈൻഡിൽ. ടേസ്റ്റ് നല്ല അടിപൊളിയാവണമല്ലോ. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് പേടി ഈ ക്രീം അപ്ലൈ ചെയ്യണോടത്താണ്. കാരണം എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ പിടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നെക്കൊണ്ട് കഴിയുന്ന പോലൊക്കെ ഫിനിഷാക്കി എടുത്തേക്കണം കേട്ടോ. പിന്നെ എനിക്ക് നോസിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ അറിയില്ലേനു. പിന്നെ ഞാൻ എൻ്റെ ഒരു കണ്ടിട്ടുള്ളൊരു ഡിസൈൻ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഞാൻ തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്തിക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെ ലെവലാക്കിക്കണ്, ഇങ്ങനെയൊക്കെ തട്ടി മുട്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുമ്പോഴും നമുക്കത് ബോറടിക്കില്ലല്ലോ. നമ്മളത് ഫുള്ളും ക്രിയേറ്റിവിറ്റി എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ. അതേപോലെ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനൊരു ഡിസൈനാണ് കിട്ടിയത്. അത് എനിക്കൊന്ന് നോർമലി എല്ലാവരും ചെയ്യുന്ന ഡിസൈൻ തന്നെ ആണെന്ന്. പക്ഷേ എനിക്കിത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യണോണ്ട് എനിക്ക് ഭയങ്കര ഒരു ഹരമായിട്ട് തോന്നിട്ടോ. പിന്നെ ഇങ്ങനെ ഈ ഒരു ഫ്ലവറിൻ്റെ നോസിലാണ്, എനിക്ക് പറയാൻ അറിയില്ല ഏതാ നോസിൽ എന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഗ്യാപ്പുള്ളവർക്കൊക്കെ ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇൻസ പറഞ്ഞ് ഉള്ളിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഉള്ളിൽ ചെറിയ ഫ്ലവർ ആക്കിയത് കേട്ടോ. വലിയ തകരാറൊന്നും ഇല്ലാതെ കിട്ടിക്കണല്ലേ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പം ഞാൻ അടിയിലും ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടോ, അതിൻ്റെ ബുദ്ധിയാണ് കേട്ടോ, എല്ലാം എൻ്റെ ബുദ്ധി തന്നെയാണ്. പിന്നെ ആ ഇൻസാണ് ആ ഉള്ളിത്ത ചെറിയ ഫ്ലവർ ഉണ്ടല്ലോ, അതോള് പറഞ്ഞിട്ടോ ചെയ്തത്.
അതങ്ങനെ ചെയ്തേക്കണ്. പിന്നെ ഈ ഒരു ക്രീം എന്താക്കി ഞാൻ അതിൻ്റെ മുകളിലാക്കിയിട്ട് ഒന്ന് അവിടെ ഇങ്ങനെ വെറുങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ പരത്തി കൊടുത്തു കേട്ടോ. അപ്പം എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ചോക്ലേറ്റ് ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇൻസ കഴിക്കാൻ വേണ്ടി വാങ്ങിയ ഗാലക്സി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കുറച്ചും കൂടി ഈ കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ചോക്ലേറ്റ് കേക്കാണ്. ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക്. നല്ല ഹരണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര ഈ പുറത്തുനിന്ന് കിട്ടുന്ന പോലെ ആയില്ലെങ്കിലും രസമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിതാ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അതാ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര സോഫ്റ്റ് കേട്ടോ. കണ്ട് ഈ ലെയറൊക്കെ നോക്കി നല്ല ചോക്ലേറ്റിൻ്റെ ലെയറായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ടേസ്റ്റും ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഇൻസാട്ടോ ഫസ്റ്റ് ചെയ്തത്. ഞാൻ വിചാരിച്ച പോലെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കുമെന്ന്, പക്ഷെ അല്ല കേട്ടോ. ഞാൻ തിന്ന് നോക്കിയപ്പോൾ ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണാനും നല്ല രസമുണ്ടല്ലോ അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഫസ്റ്റായിട്ടാണ് കേക്ക് മിക്സ് ഇല്ലാതെ കേക്ക് ഉണ്ടാക്കണം കേട്ടോ. ഞാൻ സാധാരണ ഉണ്ടാക്കലൊക്കെ കേക്ക് മിക്സ് വാങ്ങിയിട്ടാണ്. അപ്പം ഫസ്റ്റ് ടൈം കേക്ക് മിക്സ് ഇല്ലാതെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും പെർഫെക്ഷനിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഞാൻ അത്രയും ഗ്യാരണ്ടിയാണ്, ബിക്കോസ് ഞാൻ ചെയ്തില്ലേ, പിന്നെ നിങ്ങൾക്കും ചെയ്തൂടെ. ഇൻസ്റ്റൻ്റ് എക്സ്പ്രഷൻ കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ഞാൻ തിന്നോക്കിയപ്പോൾ ഭയങ്കര ചോക്ലേറ്റി. പിന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവുമെന്ന് തോന്നിട്ടോ. അപ്പോൾ ഇത്ര വന്നിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. ടാറ്റാ, എല്ലാവരും ട്രൈ ചെയ്യണേ.